അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങേയറ്റത്തെ വയസ്സനായ ഒരു മനുഷ്യനാണ്, എന്നാൽ അവനിക്ക് നോമ്പ് നിർബന്ധമുണ്ടോ? ഇസ്ലാം അവിടെ പറയുന്നു, അങ്ങേയറ്റത്തെ വയസ്സനായ മനുഷ്യൻ നോമ്പ് പിടിക്കാനുള്ള ആരോഗ്യം അവനിക്ക് ഇല്ല എങ്കിൽ അവൻ റമദാനിൻ്റെ ഓരോ ദിവസത്തിലേക്കും ഒരു മുദ്ദ ഭക്ഷണം മിസ്കിൻ ഫക്കീറന്മാർക്ക് അവൻ കൊടുക്കണം എന്നുള്ളതാണ്. അവനിക്ക് നോമ്പേ നിർബന്ധമില്ല, പിന്നെ അവനിക്ക് എന്താ നിർബന്ധമുള്ളത്? ഈ മുദ്ദ് ഭക്ഷണം കൊടുക്കൽ തന്നെയാണ് നിർബന്ധം. ഒരു മുദ്ദ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, 650 ഗ്രാമാണ്. അപ്പോൾ ഏകദേശം ഒരു വർഷമാകുമ്പോൾ ഒരു മാസമാകുമ്പോൾ 30 നോമ്പ് കംപ്ലീറ്റ് കിട്ടിയാൽ 650 വെച്ചിട്ട് 19 കേജും 500 ഗ്രാമും 19.5 കേജ് കൊടുക്കണം. അതാണ് 30 നോമ്പ് കംപ്ലീറ്റ് കിട്ടിയാൽ. 20 നോമ്പ് അവനിക്ക് കിട്ടുകയാണ് എങ്കിൽ 18 കേജിയും 850 ഗ്രാമുമാണ് കൊടുക്കേണ്ടത്. 18 കേജും 850 ഗ്രാം. അതിനേക്കാൾ കുറയാൻ പാടില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുത്താൽ പിന്നെ അത് സ്വതക്കയായി മാറും. അതിനേക്കാൾ കുറയാൻ പാടില്ല. ഇതാണ് അവനിക്ക് നിർബന്ധം. ഇവരെ പോലെ തന്നെയാണ് മറ്റൊരാൾ എന്ന് പറഞ്ഞാൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾ. ഡോക്ടർമാരൊക്കെ കൈവിട്ട കേസാണ്. രോഗം അത് സുഖപ്പെടൂല, ആ രോഗം കൊണ്ട് അവനിക്ക് നോമ്പ് പിടിക്കാനൊന്നും കഴിയില്ല, അസാധ്യമാണ്. അങ്ങനെ സുഖപ്പെടാൻ പ്രതീക്ഷയില്ലാത്ത രോഗം, സാധാരണ തലവേദനയോ വയറുവേദനയോ അല്ല, ഒരിക്കലും അത് രോഗം സുഖപ്പെടാൻ പ്രതീക്ഷയില്ലാത്ത രോഗം. അങ്ങനത്തെ ആളുകൾക്കും നോമ്പ് അല്ല നിർബന്ധം. പിന്നെ റമദാനിൻ്റെ ഓരോ ദിവസത്തിനേക്ക് ഒരു മുദ്ദ ഭക്ഷണമാണ് അവൻ കൊടുക്കേണ്ടത് ഫക്കീർ മിസ്കീനിക്ക്. അവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു മുദ്ദ ഭക്ഷണം എന്ന് പറഞ്ഞാൽ 650 ഗ്രാം. ഒരു മാസം 30 കിട്ടിയാൽ 19.5 കേജി, 29 കിട്ടിയാൽ 18 കേജും 850 ഗ്രാമും ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അത് കഴിവുണ്ട് എങ്കിൽ ആ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. ഇനി കഴിവില്ലാത്ത മനുഷ്യനാണെങ്കിൽ അവനിക്ക് എന്തില്ല, ഇമാം റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ മറ്റ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒക്കെ ശരിവെച്ച അഭിപ്രായ പ്രകാരം അവനിക്ക് ഒന്നും നിർബന്ധമില്ല, നോമ്പും നിർബന്ധമില്ല, ഫിദ്യ കൊടുക്കലും നിർബന്ധമില്ല. കഴിവില്ല എങ്കിൽ, അവൻ വളരെ ദരിദ്രനാണെങ്കിൽ അത് രണ്ടും നിർബന്ധമില്ല. കഴിവുള്ളവനാണെങ്കിൽ ഓരോ നോമ്പിനും കണക്കനുസരിച്ച് ഒരു ഭക്ഷണം അവൻ കൊടുക്കണം, ഫിദ്യ കൊടുക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും അറിയുന്ന ഒരു മസലയാണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. പിന്നീട് ഈ രോഗിയായ മനുഷ്യൻ അത്ഭുതകരമായി ചിലപ്പോൾ രക്ഷപ്പെടുമല്ലോ. അങ്ങനെ ഉണ്ട്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ AP ഉസ്താദിന്റെ രോഗം എല്ലാവർക്കും ലോകം അറിയപ്പെട്ടതാണ്. ആരും തന്നെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ലോക മുസ്ലിമീങ്ങളുടെ ഈമാനികമായ ദുആന്റെ ഫലം കൊണ്ടാണ് സുൽത്താനുൽ ഉലമ AP ഉസ്താദ് തിരിച്ചു വന്നത്. അങ്ങനെ അത്ഭുതകരമായി ചിലപ്പോൾ ദുആ കൊണ്ട് തിരിച്ചു വന്നവർ എത്രയോ ഉണ്ട്. എന്നാൽ പിന്നീട് അവർ ആ ഫിദ്യ കൊടുത്ത ആ നോമ്പിനെ നിർബന്ധമില്ല, അവർക്കതിനിക്ക് അവർ മുദ്ദ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, എന്നാൽ ഈ നോമ്പ് കളാ വീട്ടണോ? അവിടെ പറയുന്നു, അവനിക്ക് തുടക്കത്തിലേ നോമ്പ് നിർബന്ധമില്ല, അവനിക്ക് മുദ്ദാണ് നിർബന്ധമുള്ളത്, അതുകൊണ്ട് പിന്നീട് അവൻ കളാ വീട്ടേണ്ടതില്ല എന്നുള്ളതാണ് ഫിഖ് മസാല. അതേ സമയത്ത് സാധാരണ തലകറക്കം അല്ലെങ്കിൽ സാധാരണ പനിയാണ്, അല്ലെങ്കിൽ അവനിക്ക് വയറുവേദനയാണ്, അങ്ങനെയാണെങ്കിൽ നോമ്പ് അവനിക്ക് നിർബന്ധമില്ല. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ ആ നോമ്പിനെ കളാ വീട്ടണം. അത് സാധാ രോഗമാണ്. അവനിക്ക് മുദ്ദ ഭക്ഷണം കൊടുത്താൽ മതിയാവില്ല. അവൻ അപ്പോൾ പിടിക്കേണ്ടതില്ല, പിന്നീട് അവൻ എന്താക്കണം, രോഗം ശിഫയായാൽ കളാ വീട്ടണം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം.